കലാസ്നേഹികളെ, MI ഇതാദ്യമായും അവസാനമായും തങ്ങളുടെ SET സുഹൃത്തുക്കൾക്കായി അവതരിപ്പിക്കുന്ന ചിരകാല കുപ്ലീനറി. ഇതിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമായി സാദൃശ്യം തോന്നുന്നെങ്കിൽ അത് തികഞ്ഞ യാദൃശ്ചികം മാത്രം. പരാജയങ്ങൾ ഏറ്റുവാങ്ങി കസേരയൊഴിഞ്ഞ ജയസുമ ഇന്നും ഒരു അനാഥപ്രേതം പോലെ SETയുടെ ഇടനാടികളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. നിങ്ങളോട് ചാടി കളിച്ചുകൊണ്ടിരിക്കും. കോളേജ് കിടക്കുന്ന കിടപ്പില്ല കാണുന്നുണ്ടാ? കോളേജ് പോലെ പരാജയമല്ലേ, അതൊക്കെ മേലെ. മനുഷ്യ, ഇവിടുത്തെ കുഞ്ഞിനെ തല്ലെല്ലാം കാണിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? വിളിക്കും 2 ദിവസത്തെ അറ്റൻഡൻസ് കട്ട് ചെയ്തിരിക്കും. ഇങ്ങനെ എന്തൊരു ഗുണമാണോ? സാറേ, ഞങ്ങളുടെ ഐഡിയുടെ പെർമിഷൻ ലെറ്ററാണ്. സാറിന് ഒപ്പിട്ട് തരാം. ഇങ്ങോട്ട് ഞാനും കൂടെ കാണട്ടെ. സെക്യൂരിറ്റി അജിയണ്ട കാണിച്ചില്ലല്ലേ? അപ്പോ സമ്മതിക്കൂല, പറ്റൂല. നിങ്ങൾ വല്ല ഊട്ടിപിടി കൊണ്ടുറത്തേ കാട്ടാക്കടപ്പോ. കാട്ടാക്കട എന്റെ മൈനിയുടെ നല്ല ഡെപ്പർ ഫാക്ടറി ഉണ്ട്. അവിടെ വല്ല പോയാ പോരെ? ഡെപ്പർ ഫാക്ടറി കൊണ്ടുപോയി പരാജയം എന്നും പരാജയം തന്നെ. ഇതൊന്നും ഇവിടെ പറ്റില്ല. ഗോവ വേണ്ട. പെർമിഷൻ ഞാൻ തരൂല. സാറേ, എന്നാ ഗോവയാണ്. നിങ്ങൾ പരാജയം കേട്ടു സാറേ. പരാജയം കൊള്ളാം. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. കുറഞ്ഞ 5 എവിടെയെങ്കിലും ചെയ്യണം. പനാജി നമ്മുടെ കളിക്കുള്ള അപ്പുറത്തല്ലേ? കുറച്ച് ദൂരം കൂടുതലാണ്, എങ്കിലും പൈനൽ പോയിട്ട് വരട്ടെ. അതൊക്കെ പുതിയ പ്രിൻസിപ്പൾ നോക്കിക്കോളും. നിങ്ങൾ അടുക്കള മാത്രം കണ്ടു. പ്രിൻസിപ്പൽ റൂമിന്റെ മനോഹര കാഴ്ചകൾക്ക് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് ഒരു ഒളിഞ്ഞു നോട്ടം. അതാ വലത്തെ അറ്റത്ത് അടിച്ചുമാറ്റിയ സ്റ്റെതസ്കോപ്പുമായി ഇരിക്കുന്ന പടം ഡോക്ടർ പവിലാൽ. നടുക്ക് തീറ്റ ഒരു മത്സരമല്ല, പകരം ഉത്സവമായി കൊണ്ടാടുന്ന ഇടത്തെ അറ്റത്ത് സ്വന്തം കല്യാണ ഫോട്ടോയ്ക്ക് പോലും ഹെൽമറ്റ് വെച്ച് പോസ്റ്റ് ചെയ്ത ഡ്യൂക്കൻ. In these days of degenerating decencies, as merely reached to Washington, when diplomacy and diversity become interchangeable from complicated ഉണ്ണിപ്പോ താൻ എന്ത് തേങ്ങയാണ് വേണം? അത് ഇന്നലെ കണ്ട സിനിമയുടെ ഡയലോഗാണ് സാറേ. നീ എന്താടേ ഇവിടെ? സാറേ, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ പോകണേ. പറയടേ സാറേ, ഈ പാല് കുടിച്ചാൽ വണ്ടി തള്ളപ്പെട്ട് അങ്ങനെയൊക്കെ ചോദിച്ചാ പാല് മാത്രമല്ലടേ, സോഡയും പഴവും കൂടെ ഒക്കെ ഇട്ടാ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ കൊണ്ട് ചിലപ്പോ 2 റൗണ്ട് ഓടും. എനിക്ക് അറിഞ്ഞൂടാ. എന്തോന്ന് സാറേ പറയുന്നേ? ഡ്യൂക്കിൽ ഹെൽമറ്റ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ മിനിമം 4 റൗണ്ടെങ്കിലും ഓടിക്കാൻ പറ്റും. 4. സാറേ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? അയ്യോ സാറേ, എന്റെ ഭാര്യയുടെ പ്രസവമുണ്ട്. രണ്ടൊരു സാർ ട്രിപ്പ് പോയി ആണ്ടേ ഇപ്പൊ തോളം ചെരിഞ്ഞ് മുടിയും പോയി നോക്കത്തില്ല എന്ന് പറയാൻ റാസൽ ഖൈമയിലെ വലിയ വീട്. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ,
ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. ഇല്ല. റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. നീ മിണ്ടായിരുന്നവർക്കാ സാറേ, ഞാൻ ഈ നോട്ടീസ് ട്രീറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് സാറേ? നമ്മുടെ പ്രിൻസിപ്പൾ പണ്ട് തലയിൽ ഇതുപോലെ ഒരു ഫാഷൻ പരേഡ് നടത്തിയാണേ. ഇപ്പൊ തലയിൽ കൂടെ എല്ലാവരും പോകിട്ടിയില്ല. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നാളെ സെമിനാർ ഹാളിൽ വെച്ച് PTA മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കമ്പൽസറി ആയിട്ട് വരണം. ഓക്കെ? അയ്യോ സാറേ, നാളെ എൻ്റെ ഭാര്യയുടെ പ്രസവമുണ്ട്. മീറ്റിംഗ് ഒന്ന് മാറ്റിവെക്കാൻ പറ്റൂ? അതൊന്നും പറഞ്ഞിട്ട് കാര്യം. ദ പ്രോബ്ലം ഈസ് മീറ്റിംഗ് ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പ്രസവം 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇത് കഴിക്കാനുള്ള ബെല്ലല്ല, ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാനുള്ള ബെല്ലാണ്. ഹെൽമെറ്റ് എന്നും എനിക്കൊരു വീക്ക്നെസ്. നമുക്കിത് സോളിഡ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് കൺസിഡർ സബോള. എന്ത് സാറേ? സബോള. ഓ സവാള. യെസ്. അളിയ ക്ലാസ്സിലാര് കാരണം അളിയാ കുപ്പിയെടുത്ത് മാറ്റിക്കോ. പാമ്പിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ വണ്ടിയുടെ പെട്രോൾ വരെ കുടിച്ചു എത്തിക്കും. സാറ് ഒരാളോടെ നീയും രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? സാറേ, താഴെ അപ്പച്ചനെ കാണാൻ പോയിരുന്നു. അപ്പച്ചൻ എന്ത് പറ്റി? സാറേ, അപ്പച്ചൻ സീറ്റിൽ പോയിരുന്നു. അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, താനിങ്ങി വന്നേ. എന്താ സാറേ? ആനമേക്ക് ഒരു ക്ലൂ. ഇനി നീ വെള്ളം അടിച്ചോണ്ട് ക്ലാസ്സിൽ കയറുമോ? ഇല്ല. കയറുമോ? ഇല്ല. ഇനി വെള്ളം അടിക്കുവോ? ഇല്ല. സാർ ഈ പെന്റഗൺ പുസ്തകത്തിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് സംസാരിക്കുന്നത്. അത് ഈ പെന്റഗൺ സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. സന്തോഷം. പ്രോജക്റ്റുകൾ 16 ഉണ്ട്. ഇനി 33 ക്ലാസ്സുകളും കൂടിയേ ഉള്ളൂ. മര്യാദയ്ക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയാകുമേ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 2/2/2019 ശനിയാഴ്ച കൃത്യം 9:30 ഗേറ്റ് എക്സാം ഉണ്ട്. സാറേ, അത് മിനിഞ്ഞാന്ന് കഴിഞ്ഞല്ല. അത് എഴുതാത്തവർ 2/2/2020 ഏതെങ്കിലും ഒരാഴ്ച കൃത്യം 9:30 എഴുതിയില്ലെങ്കിൽ വീണ്ടും ജീവിതം കോഞ്ഞാട്ടയാകുവേ. അടുത്ത അവർ ആരുടെ? എക്കണോമിക്സ് ആണ് സാറേ. ചിലമ്പണിഞ്ഞ
ടീച്ചർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നേ? വേണ്ട, ഇക്കാര്യം വേണ്ട. അറിയാലോ, ഇപ്പൊ രാജഭരണമാണെങ്കിൽ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജ്ഞിയാണ് ഞാൻ. എന്റെ സന്ധ്യ ടീച്ചറെ, ടീച്ചർ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? For him to leave his team. Absolutely magnificent. He finishes up on stone. A magnificent strike into the crowd. India lift. ഇത് വളരെ മാരകമായ ആയിരുന്നു. സ്ലെഡ്ജ് ഹാമർ മുതൽ പക്ഷിത്തൂവൽ വരെയുണ്ട്. സോറി, മലരണിയുള്ള ജോലിയൊന്നും എനിക്ക് പറ്റില്ല. ഇവിടെ ഒക്കത്തില്ല. ഇതാര് ചിത്രചൂട സാറല്ലേ? ഷീറ്റ് എത്ര തലയിട്ട് പൊളിക്ക് എഴുതുക സാർ? കൂടുതലുണ്ടോ? ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. സാറേ, ഷീറ്റും കൊണ്ടെങ്ങോട്ടാ? എനിക്ക് ശീലം ശ്രീമൂലം കോളേജിൽ എന്ത് നടന്നാലും ഇവിടെ ഇങ്ങനെയൊരു ഗൂഢാലോചന അത് അനിവാര്യമാണ്. ഇതിനു മുന്നിൽ അയൽക്കൂട്ടങ്ങളിലെ പരിദൂഷണവും നിയമസഭകളിലെ മുണ്ടുപൊക്കലും പകച്ചുപോകും. ദ അക്കാഡമിക് കൗൺസിൽ. എല്ലാരും വന്നല്ലോ അല്ലേ? ആദ്യമായി ആ മെക്കാനിക്കൽ ഹെച്ചോടിക്ക് എന്താണ് പറയാനുള്ളത്? നെക്സ്റ്റ് വീക്ക് ഖരഗ്പൂരിലൊരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്. അവിടെ ഞാൻ ഈ പ്രോബ്ലത്തിനെ പറ്റി ഒരു സെമിനാർ എടുക്കും. കരിപ്പൂർ ഐറ്റിയിലൊക്കെ നമുക്ക് പിന്നെ പോവാം. ഇവിടെ ഒരാൾ മണ്ടേ നമ്മളൊന്ന് ചോര ഒലിപ്പിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ പേപ്പർ വായന. അതെന്നല്ല അടിക്കടെ പറ്റിയാണ് സാറേ. ഞാൻ അറിഞ്ഞത് സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ഡൈവ് അടിച്ചെന്നാണ് സാറേ. കോളേജ് താറുമാറി കിടക്കുമോ സാറേ? ഇങ്ങനെ പോണി കോളേജിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടും. പ്രിൻസിപ്പൾ ശരിയല്ല. പ്രിൻസിപ്പൾ മാറിയാൽ ഇനി കോളേജ് രക്ഷയുള്ളൂ. ശരിയാ,
പ്രിൻസിപ്പളെ മാറിയില്ലെങ്കിൽ കോളേജ് കോഞ്ഞാട്ടയാവേ. എല്ലാവർക്കും അത്ര നിർബന്ധമാണെങ്കിൽ അടുത്ത പ്രിൻസിപ്പൽ ഞാൻ തന്നെയാകാം. ഓക്കെ? അയ്യോ നല്ല വേച്ചായിരിക്കുന്നു. അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ ആരും നിർബന്ധിക്കില്ല. ഇരിയാടോ. പറ്റൂല കരങ്ങള കസേര ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുവേ. ഈ സന്തോഷാവസ്ഥയിൽ നിന്നും SMDയെ ആര് രക്ഷിക്കും? അതേ മേഘങ്ങൾക്കിടയിലൂടെ ഇടിനാദം പോലെ അവൻ അവതരിച്ചു. പൂന്തരാസ് അവന്റെ അമ്മയുടെ തല കലിപ്പ് തീരണില്ലല്ലേ? നീ ആര്? നിനക്ക് എന്തിനു വേണം? ഞാൻ പുതിയ പ്രിൻസിപ്പൽ, പേര് ദിവാകരൻ. വടക്കോട്ട് അങ്ങ് NIT. എന്റെ ലീലാവിലാസങ്ങൾ കണ്ട് പിള്ളേരിട്ട പേര് LTT ദിവാകരൻ. പറ്റൂല നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ. I am the principal of this college since 2016 and I am the HOD and I തള്ളിയിട്ടു തള്ള and became principal and I have lot of achievements. NIT-യിലെ 4 കാലുള്ള പോത്തുകളെ മേയിച്ച് എനിക്ക് ശീലമുള്ളൂ. ഇനിയിപ്പോ നിന്നെ പോലുള്ള 2 കാലുള്ള കന്നുകാലികളാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഉദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ഒരുങ്ങിക്കോ, ദിഫാകരനുമായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. സാറിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അക്രഡിറ്റേഷൻ. കൊന്നടം കുത്തലും അവന്ന് എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ പ്രയത്നിക്കാൻ തീരുമാനിച്ചു. അവസാനം SMDയിൽ ചഞ്ചല പിഞ്ചലമായ ആ ദിവസം വന്നെത്തി. അക്രഡിറ്റേഷൻ ഡേ. കുമാര സാറ് വരും. എല്ലാവർക്കും അറിയാനല്ലേ അക്രഡിറ്റേഷൻ അല്ല. മെഷീനൊക്കെ പഠിച്ചാ? നോട്ട്ബുക്ക് ഒന്ന് വെച്ചാ സാറേ എന്റെ നോട്ടൊന്നുമില്ല. ഈ നോട്ട്ബുക്ക് എടുത്ത് തുറന്നു. ഇരുട്ട മുറിയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോ കഥകൾ പൊട്ടി. എന്നിട്ട് ഫ്രണ്ട് പേജിലുണ്ട്. സ്റ്റോറി വെച്ച് വെച്ചത് ബുക്കാണ്. സാറേ ദോ അക്രഡിറ്റേഷന്റെ ആൾക്കാർ വരുന്നുണ്ട്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? Full may jump up where suddenly underneath the unfathomed ocean unblossom. But why? What's happening here? എല്ലാം ഇംഗ്ലീഷ് അല്ലേ സാറ്? അല്ലടാ. Okay, that one from the back bench. What is the vision of this college? ശിവനെ, കോളേജിൽ പോലും വരാത്തത് എന്തരാവോ? To become an engineering and technology institution which is renowned for producing professionally capable and socially responsible engineers. Set. എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഉണ്ടായി. SMDയിൽ ചിക്കൻ ബോക്സ് പടർന്നതിനേക്കാൾ ഡബിൾ ഇരട്ടി വേഗത്തിൽ ആ വാർത്ത പടർന്നു. അതെ, SMDക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു. SMDയിൽ വീണ്ടും വസന്തത്തിന്റെ തിരുമാലകൾ അലയടിച്ചു. അങ്ങനെ എല്ലാവരും ആനന്ദ തുമ്പിലമാടി.
പിടിച്ചിരുത്തും. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഞാൻ വെറും ഒരു ദൂതൻ മാത്രം. നിങ്ങൾ ശരിക്കും നന്ദി പറയേണ്ടത് ദാ ഈ കാണുന്ന വ്യക്തിയോടാണ്. ഇവിടെ നിന്ന് വിട്ടുപോയെങ്കിലും എനിക്കെന്റെ കോളേജ് മറക്കാൻ പറ്റുമോ? SMT ഒരിക്കലും നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നാലും ഈ കോളേജിൽ നിന്ന് മാറി എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു സാറേ? ഇവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ നടക്കുന്നതെല്ലാം എനിക്കറിയാൻ പറ്റും. SMTയുടെ കാവൽക്കാരൻ അയ്യപ്പനണ്ണൻ